ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ രാവിലെ ചായയും കടി ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് പുട്ടും ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ കറിക്കുള്ള സവാള അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പുട്ടുണ്ടാക്കണം. കറിയാണ് ആദ്യം ഉണ്ടാക്കണം കേട്ടോ. കറി അടുപ്പത്ത് വെച്ചിട്ട് വേണം പുട്ടുണ്ടാക്കാൻ. ഉള്ളി വാട്ടിയിട്ടൊക്കെ വേണ്ട കറി ഉണ്ടാക്കാൻ. അപ്പത്തിനൊക്കെ പുട്ടും വേവും കേട്ടോ. അപ്പോൾ അതാ കുക്കർ അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി ഉള്ളി ഒന്ന് വാടി വരട്ടെ കേട്ടോ. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ തൊലിക്കാം കേട്ടോ. ഈ പാത്രത്തിലാണ് ഞാൻ ഇഞ്ചി ഇട്ട് വെക്കൽ കേട്ടോ. ഇഞ്ചിമ്മ ഒരു മണ്ണുണ്ടാവുമല്ലോ, ഫ്രിഡ്ജിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പാത്രത്തിൽ ഇങ്ങനെ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ ഉള്ളികളൊക്കെ ഈ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും സവാളയൊക്കെ ഉള്ളിക്കൊട്ടയിൽ ഇട്ട് വെക്കും കേട്ടോ. അത് ഫ്രിഡ്ജിൽ വെക്കൂല, ഫ്രിഡ്ജിൽ വെച്ചാൽ ചെയ്യൂലേ. അപ്പം ഇനി വേഗം വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയ ഉള്ളിയും കൂടി തൊലിച്ചെടുക്കുക. ചിലപ്പോൾ ഒക്കെ ഞാൻ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇതൊക്കെ തൊലിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. ഇതിപ്പോൾ തൊലിച്ച് വെച്ചതൊക്കെ കഴിഞ്ഞു. അപ്പം ഇനി ഇതൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ട് വരാം. ഒരു തക്കാളിയും വേണം കേട്ടോ. നമ്മൾ സവാള ഇവിടെ വാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം തന്നെ നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയും ചെറിയ ഉള്ളിയും ചതച്ചെടുക്കാം കേട്ടോ. ഞാൻ ഈ കല്ലുകൊണ്ടാണ് കേട്ടോ ചതക്കണ്. എൻ്റെ മിക്സീൻ്റെ ജാറിൽ കുറേ ഇട്ടാൽ നല്ലോണം അരയുള്ളൂ, കുറച്ചിട്ടാൽ അറിയൂല. അപ്പം ഞാൻ കുറച്ചൊക്കെ ഉണ്ടാകുമ്പോൾ ഈ കല്ലുകൊണ്ട് ഇങ്ങനെ ചതക്കലാണ് കേട്ടോ. അപ്പം ഞാൻ തക്കാളിയും കൂടി അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല നൈസായിട്ട് തക്കാളി അരിയണം, എന്നാലും നല്ലോണം വേവുള്ളൂ. ഉള്ളി ഇതാ വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം കുറച്ച് പുതിനയില ഇടുക, പിന്നെ കുറച്ച് മല്ലിയില ചേർക്കുക. അതിങ്ങനെ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയാൽ മതി കേട്ടോ. കത്തി കൊണ്ട് തന്നെ അരിയണമെന്നൊന്നുമില്ല. പിന്നെ കുറച്ച് കറിവേപ്പില ചേർക്കുക. ഇനി ഒന്നും കൂടി നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി മിക്സ് ചെയ്യുക. എന്നിട്ടൊന്ന് അടച്ച് വെക്കണം കേട്ടോ. ഈ തക്കാളി ഇതൊക്കെ ഒന്ന് വെന്ത് കിട്ടണ വരെ ഇങ്ങനെ അടച്ച് വെക്കുക. ഇനി നമുക്ക് പുട്ടിനുള്ള പൊടി കുഴക്കാം കേട്ടോ. ഞാൻ സാധാ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്, പുട്ടുപൊടിയല്ല. പിന്നെ ഇപ്പോൾ ചോറൊന്നും ഞാൻ ചേർക്കണില്ല കേട്ടോ. ചോറ് അരച്ച് ചേർത്തിട്ട് എനിക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് മാറ്റമൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്തിനാപ്പോൾ ചെയ്യണത്, ഇങ്ങനെ തന്നെ മതി വിചാരിച്ചിട്ട് സാധാ പോലെ അരിപ്പൊടി ഇങ്ങനെ ഉപ്പും വെള്ളവും ചേർത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. പൊടി കുഴച്ചു. ഇനി നമുക്ക് പുട്ടുംപാനി അടുപ്പത്ത് വെക്കുക. അതിൻ്റെ ഇടയിൽ തേങ്ങ ചിരവണം. പിന്നെ അപ്പോഴേക്ക് നമ്മൾ ഉള്ളിയൊക്കെ വാടി വന്നു, വെന്തു കേട്ടോ തക്കാളിയൊക്കെ. അപ്പോൾ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ഉപ്പും മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലോണം ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ പീസുകൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറി കേട്ടോ. നമുക്ക് രാവിലെയൊക്കെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടത്. അപ്പോൾ ഇതാ കുക്കർ അടച്ച് വെച്ചു. ഇനി 2 വിസിലടിച്ചാൽ തീ ഓഫ് ചെയ്യാം കേട്ടോ. പുട്ടുണ്ടാക്കാനുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പുട്ടിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് പുട്ടുണ്ടാക്കിയെടുക്കാം. ഇവിടെ ചിക്കൻ ഉണ്ടാവുന്ന ദിവസമൊക്കെ അധികവും പുട്ടാണ് ഉണ്ടാക്കൽ. പുട്ടും ചിക്കനും ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ പുട്ടും ബീഫും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും. പക്ഷേ ബീഫ് അധികം അങ്ങനെ വാങ്ങലില്ല, കൂടുതലായിട്ട് ചിക്കനാണ് ഞങ്ങൾ മേടിക്കൽ. എപ്പോഴൊന്നും ചിക്കൻ വാങ്ങൂല കേട്ടോ, ഇടയ്ക്കൊക്കെ തന്നെയുള്ളൂ വാങ്ങുക. അപ്പോഴൊക്കെ അധികവും പുട്ടുണ്ടാക്കും, അല്ലെങ്കിൽ ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കലുണ്ട്. പക്ഷെ അധികവും ചിക്കൻ ഉണ്ടെങ്കിൽ പുട്ടുണ്ടാവും, അതൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതാ ലാസ്റ്റത്തെ കുറ്റി പുട്ടാണ് കേട്ടോ ഉണ്ടാക്കണത്. ഇതും കൂടി ആയി കഴിഞ്ഞു കേട്ടോ. അതവിടെ വേവട്ടെ. അപ്പോൾ തന്നെ നമുക്ക് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിടാം. അതൊക്കെ നീച്ച് പോയപ്പോൾ അങ്ങനെ ഇട്ട് പോയതാണ് കേട്ടോ. സ്കൂളില്ലെങ്കിൽ ഇവിടെ ഭയങ്കര അലമ്പാണ് കേട്ടോ ഗൈസ്. എന്നാണാവില്ല ഇനി സ്കൂളൊക്കെ ഉണ്ടാവുക. 4 ദിവസമായി ലീവ്. ഇവിടെ നിന്ന് ഇപ്പോൾ വലിയ മഴയൊന്നുമില്ല കേട്ടോ. പിന്നെ എന്തിനാണ് അങ്ങനെ ലീവ് കൊടുത്തിക്കണത്. എല്ലായിടത്തും ഇങ്ങനെ ഓരോ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പേടിച്ചിട്ടായിരിക്കും. ഇനി അവധി നീളുകയാണെങ്കിൽ ഓൺലൈൻ ക്ലാസ്സൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്തൊക്കെ ആവുമെന്നാവോ. ഇനി തുണികളൊക്കെ വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയിടണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പുറം മറിച്ചിട്ട് വേണം
നല്ല ഉറം പുറത്തേക്ക് ആക്കിയിട്ട് വേണം മെഷീനിലിടാൻ കേട്ടോ. നല്ലോണം ചളിയുള്ളതൊക്കെ ഞാൻ പുറത്തുനിന്ന് സോപ്പും പൊടിയിലിട്ടിട്ട് തിരുമ്പലാണ് കേട്ടോ, മെഷീനിലിടലില്ല. നല്ല ചളിയുള്ളത് അത് അതിലിട്ട ചളി പോവില്ല. സാധാരണത്തെ നമ്മൾ തുണികളൊക്കെ അതിലിടാൻ പറ്റുള്ളൂ. അതേപോലെ ജീൻസ്, യൂണിഫോം അങ്ങനത്തെ ഒന്നും ഞാൻ മെഷീനിലിടലില്ല കേട്ടോ, അതൊക്കെ ഞാൻ പുറത്തുനിന്ന് തിരുമ്പലാണ്. അപ്പോൾ ഇതൊക്കെ മെഷീനിൽ കൊണ്ടുപോയിട്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് ഇതാ നമ്മൾ ലാസ്റ്റത്തെ പുട്ടും വെന്തു. ഇനി അതും കൂടി ഒന്ന് പാത്രത്തിലേക്ക് മാറ്റട്ടെ. അപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒന്ന് തുറന്ന് നോക്കട്ടെ എങ്ങനെയുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ തുറന്നപ്പോൾ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടത്. പിന്നെ ഞാൻ പൊരിക്കാനുള്ള ചിക്കനിൽ മസാല പുരട്ടി വെക്കുകയാണ് കേട്ടോ. അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും ചേർത്തിട്ടാണ് മിക്സ് ചെയ്യണത്. എന്നിട്ട് അത് ഫ്രിഡ്ജിലേക്ക് വെക്കുക. അപ്പോൾ ഇതാ പുട്ടുണ്ടാക്കുന്ന പണി കഴിഞ്ഞു. പിന്നെ ചിക്കൻ കറിയായി. ചിക്കൻ പൊരിക്കാനുള്ളത് ഫ്രിഡ്ജിലും വെച്ചു. ഇപ്പോൾ സ്കൂൾ മദ്രസൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറേ നേരം വൈകിട്ടാട്ടോ കുട്ടികളൊക്കെ നീക്കണ്. അപ്പോൾ ഓല് നീച്ച് വന്നപ്പോൾ ഓലെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നേരാക്കിയിടാണ്. പിന്നെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അടിച്ചു വാരി തുടക്കണത്. സ്കൂളുണ്ടെങ്കിൽ ഓല് പോയതിന് ശേഷം ഞാൻ അടിച്ചു വരുള്ളൂ. അടിച്ചു വരല്ല തുടക്കൽ. നേരത്തെ അടിച്ചു വാരി ഇടും, പക്ഷേ കുട്ടികൾ പോയതിന് ശേഷം തുടക്കുള്ളൂ. അല്ലെങ്കിൽ കൈക്കൂടി ഇങ്ങനെ ചവിട്ടി നടക്കും. എനിക്കാണെങ്കിൽ തുടച്ചോടത്തു കൂടി ചവിട്ടണത് ഇഷ്ടമല്ല കേട്ടോ, ഉണങ്ങാതെ ചവിട്ടണത്. ഉണങ്ങിയതിന് ശേഷം എന്തായാലും കുഴപ്പമില്ലല്ലോ, പക്ഷേ ഉണങ്ങാതെ നനവിൽ ചവിട്ടുമ്പോൾ അതിൻ്റെ അടയാളം ഇങ്ങനെ വരും കാലിൻ്റെ. പിന്നെ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് തീ കത്തിക്കുകയാണ് കേട്ടോ. ഈ തീ ഞാൻ കത്തിച്ച കത്തന്നെയല്ല കേട്ടോ. അപ്പം ഞാൻ ആ പണി ഉമ്മാനെ ഏൽപ്പിക്കും. പിന്നെ അത് കത്തി പിടിക്കാൻ ഭയങ്കര പണിയാണ്. കത്തി കഴിഞ്ഞാൽ പിന്നെ നല്ല ഉഷാറായിട്ട് കത്തും, വേഗം ചോറ് തിളച്ച് കിട്ടും, അങ്ങനെയൊക്കെയാണ്. പക്ഷെ ആദ്യം തീ പിടിച്ച് കിട്ടാൻ ഭയങ്കര കഷ്ടമാണ് കേട്ടോ. ഇനി വെള്ളം ചൂടായി വരുമ്പോൾ അരി കഴുകിയിട്ട് കൊടുക്കുക. അരി കഴുകി അടുപ്പത്തേക്ക് ഇട്ടതിന് ശേഷം കയ്പ്പക്ക അരിയാൻ നിൽക്കുകയാണ് ഞാൻ. കയ്പ്പക്കൻ്റെ ഉള്ളത്തെ കുരുവൊക്കെ കളയും കേട്ടോ. തൊലീൻ്റെ ആ ഭാഗം മാത്രമേ ഞാൻ എടുക്കുള്ളൂ. ഇതിൻ്റെ ഉള്ളിലൊക്കെ ചിലപ്പോൾ പുഴുവൊക്കെ ഉണ്ടാവും. പിന്നെ അതുമല്ല, അതൊക്കെ ആരാ വെച്ചുണ്ടാക്കിയാലും ഇതിൻ്റെ ഉള്ളിലത്തെ ഒന്നും ആരും തിന്നൂല കേട്ടോ. കുരുവൊക്കെ അവിടെ വേറെ ഇരിക്കും. പിന്നെ ഇപ്പം എന്തിനാ അതൊക്കെ എടുക്കണല്ലേ? ചിലർ കാണാം വട്ടത്തിൽ അതെല്ലാതും ഇങ്ങനെ നുറുക്കിയെടുക്കണം. ഞാനിങ്ങനെ ഇട്ട് ചെയ്യൽ. അപ്പോൾ അത് നല്ലോണം നൈസായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇടയ്ക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ഉപ്പേരിയാണ് കയ്പ്പക്ക, അതുപോലെ വഴുതനങ്ങ. ഇനി അതിലേക്ക് ഉപ്പും വെള്ളവും ചേർത്തിട്ട് വേവിക്കാം. പച്ചമുളക് കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഉള്ളി തൂമിക്കുമ്പോൾ അതിൽ വറ്റൽമുളക് ഇട്ട് കൊടുക്കാൻ വിചാരിച്ചു. ഇനി അത് വേകുമ്പോഴത്തേന് ഉള്ളി അരിയട്ടെ. അപ്പോൾ ഇതാ വറ്റൽമുളകും ചെറിയ ഉള്ളിയും കൂടി തൂമിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതുകൊണ്ടൊരു പരിപാടി ഉണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ പുതിനയില കഴുകി എടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ നല്ലോണം ഒഴിവാക്കിയിട്ട് അത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയില വേണം, ഇത് ഫുള്ള് എടുക്കണം കേട്ടോ. അതൊന്ന് കഴുകിയിട്ട് അതും ഇതേപോലെ മിക്സിൻ്റെ ജാറിലേക്ക് ഇടുക. ഇനി വേണ്ടത് വെളുത്തുള്ളി, ഇഞ്ചിയും ചെറിയ ഉള്ളിയാണ് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുക. പിന്നെ 2-3 ഏലക്കായും 2-3 ഗ്രാമ്പും അതും കൂടി അതിലേക്ക് ചേർക്കുക. അപ്പത്തിന് ഉള്ളി വാടി വന്നു. ഇനി നമുക്ക് കയ്പ്പക്കയിലിട്ടിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ കയ്പ്പക്ക ഉപ്പേരി റെഡിയായി.
ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ചെറിയ ജീരകവും ഒരു സ്പൂൺ വലിയ ജീരകവും ചേർക്കണം കേട്ടോ. പിന്നെ ഇതൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള തൈരും കൂടി ചേർക്കാം കേട്ടോ. ഇതൊന്ന് അരയാൻ പാകത്തിന് മാത്രം തൈര് മതി കേട്ടോ, അധികം ആവണ്ട. ഇനി അത് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ച ചിക്കനിക്ക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ പകുതി ചേർത്താൽ മതി കേട്ടോ, ബാക്കി പകുതി ഞാനവിടെ വെക്കുന്നുണ്ട്, രാത്രിക്കൽക്കിനുള്ളതാണ് കേട്ടോ. ഇതിപ്പോഴത്തെ ആവശ്യത്തിന് മാത്രമുള്ള ചിക്കനാണ്. അപ്പോൾ ബാക്കി മസാല ഇങ്ങനെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. പിന്നെ രാത്രി ചിക്കൻ പൊരിക്കുമ്പോൾ അതിലേക്ക് ചേർക്കുള്ളൂ. പിന്നെ ഒരു സവാള അരിഞ്ഞിട്ട് തൈര് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ഈ അരിഞ്ഞ സവാളയിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ തൈരും കൂടി ചേർക്കുന്നുണ്ട്. പച്ചമുളക് ഇല്ലാത്തതുകൊണ്ട് അത് ഇടുന്നില്ല കേട്ടോ. ഇനി ഇതാ കറിവേപ്പില ഇട്ട് വെച്ച പാത്രം ഫ്രിഡ്ജിൽ വെക്കണം. അതേപോലെ തൈര് ഒരു പാത്രത്തിലാക്കിയിട്ട് അതും ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അങ്ങനെ അവസാനമായിട്ട് എൻ്റെ അടുക്കളയിലത്തെ പെയിൻറ്റിങ്ങും കഴിഞ്ഞു കേട്ടോ. അത് ഇവിടെ അങ്ങനെ തന്നെ കേട്ടോ പെയിൻ്റ് അടിച്ചിരിക്കുന്നത്. കൈ എത്തണ അത്ര ഉയരത്തിൽ അടിച്ചിട്ടുള്ളൂ, അതിൻ്റെ മേലേക്കില്ല കേട്ടോ. പക്ഷേ നമ്മൾ അടുപ്പിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ, അവിടെ പെയിൻ്റ് അടിച്ചത് കുളമായിട്ടോ. കുളമായി പറഞ്ഞാൽ അവിടെ ആദ്യത്തെ പെയിൻ്റ് തന്നെയായിരുന്നു നല്ലത് തോന്നുക. കാരണം ഇപ്പോൾ മഞ്ഞ പെയിൻ്റ് അടിച്ചപ്പോഴേ ആ കരിയൊക്കെ ഇങ്ങനെ എടുത്ത് കാണുകയാണ്. അപ്പോൾ അവിടെ വേറെ ഏതെങ്കിലും കളറാക്കിയാൽ മതിയായിരുന്നു തോന്നുന്നുണ്ട്. ഇനി എന്തെങ്കിലുമൊക്കെ ഇനി പെയിൻറ്റ് മാറ്റുമ്പോൾ അവിടെ ഡാർക്ക് കളറ് പെയിൻറ്റിങ് ആക്കണം. ബാക്കിയുള്ളിടത്തൊന്നും കുഴപ്പമില്ല കേട്ടോ, അവിടെയൊക്കെ നല്ല വൃത്തിയായി കിട്ടി. ഈ ഒരു കളർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട കളറാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ എല്ലായിടത്തും ഈ കളർ തന്നെ ആക്കിയത്. പക്ഷേ അടുപ്പിൻ്റെ ആ ഭാഗം മാത്രം ഒരു ബോറായി തോന്നുന്നുണ്ട്. ഇനി പിന്നെ ഈ കട്ടിലമ്മ കൂടെയൊക്കെ പരന്നതുണ്ടല്ലോ, അവിടെയും കൂടി ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ പെയിൻറ്റിങ് കഴിഞ്ഞു കേട്ടോ. ഇനി ഇതാ ചിക്കൻ പൊരിക്കണ പണിയാണ് കേട്ടോ. അപ്പോൾ ഈ തവിടെണ്ണ ഇട്ടത്, ഇതിലാണ് ഞാൻ ചിക്കനും മീനൊക്കെ പൊരിക്കൽ കേട്ടോ. തവിടെണ്ണ നല്ലതാണെന്ന് പറയുന്നത് കേട്ടിട്ടാട്ടോ ഞാനത് വാങ്ങൽ തുടങ്ങിയത്. ചിക്കൻ പൊരിക്കണതിൻ്റെ മുന്നേ പപ്പടം പൊരിക്കാൻ കേട്ടോ ഈ എണ്ണയിൽ. അത് കഴിഞ്ഞിട്ട് ചിക്കൻ അതിൽക്കിടാൻ വിചാരിച്ചിട്ടാണ്. ആര് ഗൂഗിൾ മീറ്റോ എവിടെ പോയി? ഞാൻ എണ്ണയിൽ തന്നെ ചിക്കൻ പൊരിക്കുന്നുണ്ട് കേട്ടോ. പാത്രത്തിലുള്ള ബാക്കി മസാലയും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതാ ചിക്കന് ഒരു ഭാഗം വെന്തപ്പോൾ മറിച്ചിട്ട് കൊടുത്തിരുന്നു. ഇപ്പോൾ രണ്ട് സൈഡും വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഈ ഒരു ചിക്കൻ ഫ്രൈ നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബായ്.